നമ്മളൊന്ന് ആൾസ്റ്റർ ഏരിയ കറങ്ങാൻ ഇറങ്ങിയതാണ്. ആൾസ്റ്റർ നോർത്ത് ആൻഡ് അയർലൻഡിലെ ആൾസ്റ്ററിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇവിടെ എന്നാ വലിയ ക്രിസ്മസ് ട്രീ അവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഷിപ്വേ പ്ലേസ് മുഴുവൻ കല്ലുകൊണ്ട് പീരങ്കിയൊക്കെ വെച്ചേക്കുന്നത്. ഇത്രയും ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ചില സീനുകൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നതാണ് പറഞ്ഞത്. സത്യമാണെന്നറിയത്തില്ല. ചെറിയ സ്റ്റെപ്പുകളുണ്ട്, കല്ല്. നമുക്കതിന് മുകളിലോട്ടൊന്ന് കയറാം. ഇവിടെ പീരങ്കികൾ മുഴുവൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പീരങ്കിയൊക്കെ ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ പഴയ ഒരു പള്ളിയൊക്കെ ഉണ്ട്. പീരങ്കി ഇത്ര നീളത്തിൽ അങ്ങ് അറ്റം വരെ. കാരണം അതിൻ്റെ അവിടെ കടലിൽ നിന്നുള്ള കടവാണ്, നമുക്ക് കാണാൻ പറ്റും. മറ്റേ സൈഡിലെല്ലാം പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായി. ഇതിങ്ങനെ താഴോട്ട് കിടക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ്, നമുക്ക് അങ്ങോട്ടും കൂടെ ഒന്ന് പോകാം. ആൾസ്റ്റർ ബസ് സർവീസ്. റോഡൊക്കെ ആണേലും എന്നാ അടിപൊളിയാക്കി ഇട്ടേക്കുന്നത്. ബിൽഡിംഗ് ഒക്കെ ആണേലും നമ്മൾ ഇത് ചെറിയ ബോൾ അവിടെ നിന്ന് മുകളിൽ നിന്നപ്പോൾ കണ്ട പള്ളിയാണ്. അപ്പുറത്തെ സൈഡിൽ മുഴുവൻ കടലിൻ്റെ ഭാഗങ്ങൾ കയറി കിടക്കുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. പ്രാവുകളെല്ലാം ചെറിയൊരു തീറ്റ ഇട്ട് കൊടുത്തപ്പോഴേ പ്രാവെല്ലാം കൂടെ ഓടി വന്നു. നൂറ് 150 വർഷം പഴക്കമുള്ളൊരു പള്ളിയാണ്. ഇപ്പോഴും എന്നാ ലുക്കിലാന്ന് നോക്കി. ഇതാണ് പീസ് ബ്രിഡ്ജ്. കാണാൻ പറ്റും, വലിയൊരു ബ്രിഡ്ജ്. നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ ക്രോസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചെറിയൊരു വോക്ക് നടത്താം. നല്ല കാറ്റുണ്ട്. ഇവിടെ വലിയ ഏറ്റവും നടുക്കത്തെ തൂണാണ്. ഇവിടെ ഇരുന്ന് ഇരിക്കാനുള്ള സീറ്റിംഗ് ഒക്കെ ഉണ്ട്. വെള്ളം
ശാന്തമായിട്ട് ഒഴുകുന്നു. നമ്മൾ ബ്രിഡ്ജിൻ്റെ ഈ സൈഡിൽ വന്നു. ഇപ്പുറ സൈഡിലൊരു റെയിൽവേ ക്രോസാണ് പോകുന്നത്. സൈഡൊന്ന് നടക്കാം. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് നടന്നൊന്ന് കാണാം. കറുത്ത വെള്ളമാണ്. അടിപൊളിയായിട്ടാണ് സൈഡ് പാത വരെ അവർ അപ്പുറത്തെ സൈഡിൽ ബസ്സൊക്കെ കിടക്കുന്നു. ഇനി അടുത്ത 2 ആഴ്ചത്തേന് ഇവിടെ ലോക്ക്ഡൗൺ. നോർത്തേൺ അയർലൻഡ് ഇത് മുഴുവൻ. അടുത്ത 2 ആഴ്ചത്തേന് ഇവിടെ ലോക്ക്ഡൗൺ തുടങ്ങുകയാണ്. ആറിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ചെറിയ ബ്രിഡ്ജാണ്. 1920 ഉണ്ടാക്കിയ ബ്രിഡ്ജാണ്. ഇരുമ്പ് മാത്രമേ ഉള്ളൂ. താഴെ കൂടെ വണ്ടി പോകുന്നുണ്ട്, മുകളിൽ കൂടെ. പിന്നെ ഈ സൈഡിൽ കൂടെ നടക്കാനും സൈക്കിൾ പോകുന്നവർക്കുള്ള റോഡിൻ്റെ അപ്പുറം മുഴുവൻ നദിയുടെ അപ്പുറം മുഴുവൻ വീടുകൾ. ഈ സൈഡിൽ മരങ്ങളെല്ലാം അടിപൊളിയായിട്ട് സൈഡിലേക്ക് റോഡിലേക്ക് കടക്കുന്ന മരങ്ങളെല്ലാം അടിപൊളിയായിട്ട് വെട്ടി. ഇതൊരു ബോട്ടിംഗ് സെൻ്റർ ആയിരുന്നു. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ഇവിടുത്തെ അടച്ചിട്ടേക്കാണ്. ഇവിടെയുള്ള ഒരു റിവർ വാച്ചാണ്. ഇതും അടച്ചിട്ടേക്കുക. ബ്രിഡ്ജിൽ കൂടെ ഇപ്പം സമയം 4:15 ഉള്ളൂ. ഇപ്പം തന്നെ ഇവിടെ ഇരുട്ടായ പോലെയായി. നല്ല കാറ്റും തുടങ്ങി. ബ്രിഡ്ജിൽ കൂടെയുള്ള ലൈറ്റ് മുഴുവൻ അവർ തെളിച്ച് നല്ല രസമുണ്ട് കാണാൻ. നോർത്തേൺ ഐലൻഡിലുള്ള ഒരു സൂപ്പർ മാളിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്രിസ്മസിൻ്റെതായ ഷോപ്പിങ്ങിലും ഒക്കെ തുടങ്ങി. ലണ്ടനിലിപ്പം 1 മാസത്തെ ലോക്ക്ഡൗൺ ആണ്. ഇവിടെ ലോക്ക്ഡൗൺ അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങുന്നത്, തിങ്കളാഴ്ച തൊട്ട്. അതിനു മുമ്പ് എല്ലാം അലങ്കരിച്ച് കാണാൻ പറ്റും. എന്ത് അടിപൊളിയായിട്ട് അവൾ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയേക്കുന്നു. So her and say, I want me to work a few days. പാവകൾ ഐസിനകത്തുനിന്ന് വായിക്കുന്ന പോലെ. പല ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നവർ അടിപൊളിയായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഹിമക്കരടി, ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. നമ്മൾ നേരത്തെ കയറിയ ബ്രിഡ്ജിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഡെറി ബോൾസ് എന്നാണ് പറയുന്നത്.
രാത്രി വ്യൂ ആണ്, ലൈറ്റൊക്കെ ഇട്ടു. പിന്നെ ഏതായാലും മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ്. നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ആ പള്ളിയൊക്കെ അഞ്ച് മണി ആയേ ഉള്ളൂ വൈകുന്നേരം. രാത്രി ഇതിലേക്കൂടെ നടക്കാൻ വലിയ ബിസിയില്ല, ശാന്തമായ അന്തരീക്ഷം.